Hello dears, welcome to the world of English. It is me, ESR from MS Solution. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ. എടാ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാമോ നമ്മുടെ USS എക്സാമിന് അല്ലെങ്കിൽ ഇപ്പൊ പേര് മാറ്റിയിട്ടുള്ള CM കിഡ് സ്കോളർഷിപ്പിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിൽ. പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ് പ്രിപ്പോസിഷൻ എന്ന് നമുക്ക് ആദ്യം നോക്കണം. അതിനുശേഷം എന്തൊക്കെയാണ് പ്രിപ്പോസിഷൻ, എന്തൊക്കെയാണ് അതിന്റെ മീനിങ് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് യൂസ്ഡ് ബിഫോർ എ നൗൺ ഓർ പ്രൊനൗൺ. ഒരു നൗണിന്റെയോ പ്രൊനൗണിന്റെയോ മുമ്പ് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് എന്ത് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ടു ഷോ ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അനദർ വേർഡ് ഇൻ എ സെന്റൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്, പ്രിപ്പോസിഷൻ ആഡ് ചെയ്യുന്നത്? നമ്മൾ ആ സെന്റൻസിലുള്ള വേർഡുകൾ തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ആഡ് ചെയ്യുന്നത്, പ്രിപ്പോസിഷൻ ആഡ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എ പ്രിപ്പോസിഷൻ ഷോസ് പ്ലേസ്, ടൈം, ഡയറക്ഷൻ, റിലേഷൻ. ആ ഒരു പ്രിപ്പോസിഷൻ എന്തിനൊക്കെ കാണിക്കും? സമയത്തിന്, സ്ഥലത്തിന്, ഡയറക്ഷൻ, റിലേഷൻ ഇതിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് പ്രിപ്പോസിഷൻ നോക്കാം നമുക്ക്. ദ ബുക്ക് ഓൺ ദ ടേബിൾ, ഇതിൽ ഓൺ എന്നുള്ളതാണ് പ്രിപ്പോസിഷൻ. ഷീ കെയിം ആഫ്റ്റർ ലഞ്ച്, ദ ആഫ്റ്റർ. ദെൻ പിന്നെ ഷീ വാക്ക്ഡ് ടു. ദെൻ ദ കാറ്റ് ഈസ് അണ്ടർ. എടാ നോക്കടാ, അതായത് ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ഈ പുസ്തകം എവിടെയുള്ളത്? ടേബിളിന്റെ മുകളിലാണ്. ഇറ്റ് മീൻസ് ഒരു സ്ഥലത്തിനെ കാണിക്കുന്നു. ടേബിൾ എന്നുള്ള സ്ഥലത്തിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച പ്രിപ്പോസിഷൻ ആണ് ഓൺ. ഉപയോഗിച്ച പ്രിപ്പോസിഷൻ ആണ് ഓൺ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഇത് സ്ഥലത്തിനെ കാണിക്കുന്ന പ്ലേസ്. രണ്ടാമത് ഷീ കെയിം ആഫ്റ്റർ ലഞ്ച്. അവൾ വന്നത് ലഞ്ചിന് ശേഷമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചത് എന്താ? ഇവിടെ ഉപയോഗിച്ചത് ടൈമാണ്. ലഞ്ച് എന്നുള്ള ടൈമിന് യൂസ് ചെയ്യാൻ വേണ്ടി ആഫ്റ്റർ, ശേഷം എന്നുള്ള ഒരു പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. പിന്നെ ഹി വാക്ക്ഡ് ടു ദ സ്കൂൾ. അവൾ സ്കൂളിലേക്ക് നടക്കുകയാണ്, സ്കൂളിലേക്ക് നടന്നു പോവാണ് കേട്ടോ. അപ്പം ഇവിടെ സ്കൂൾ എന്നുള്ള ഒരു ഡയറക്ഷൻ, ഒരു പ്രത്യേക ഡയറക്ഷൻ ആണ്. ആ ഡയറക്ഷനിലേക്ക് പോകാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ടു, ലേക്ക് എന്നുള്ള ഒരു സാധനം യൂസ് ചെയ്തു. പിന്നെ ദ കാറ്റ് ഈസ് അണ്ടർ ദ ചെയർ. പൂച്ച ഇരിക്കുന്ന എവിടെയാണ്? ചെയറിന്റെ താഴെയാണ്. ചെയർ എന്നുള്ളൊരു പൊസിഷനാണ്. ചെയർ എന്നുള്ള ഒരു പ്രത്യേക പൊസിഷനാണ്. ആ ഒരു പൊസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് അണ്ടർ, താഴെ എന്നുള്ള പ്രിപ്പോസിഷനും യൂസ് ചെയ്തു. അപ്പൊ മനസ്സിലായല്ലോടാ, ഒരു സ്ഥലത്തിനെയോ സമയത്തിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊസിഷൻ, ഡയറക്ഷൻ, പ്രത്യേക ഭാഗങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നൗണിന്, അതേപോലെ നൗണിന്റെയും പ്രൊനൗണിന്റെയും മുമ്പ് ഉപയോഗിക്കുന്ന പദങ്ങളെ നമ്മൾ എന്ത് പറയും? പ്രിപ്പോസിഷൻസ് എന്ന് പറയും. വേണമെങ്കിൽ സാർ എഴുതി തരാം. നമ്മൾ ഇങ്ങനെ പറയല്ലേ, ഒരു മിനിറ്റ്. യെസ്, നോക്കാം. ഓണ്, ദെൻ ഇന്ന്, അറ്റ്, ടു, ഇങ്ങനെ കുറെ സാധനങ്ങളടാ. വിത്ത്, ഫോർ, ഇതൊക്കെയാണ് എന്ത് മെയിൻ ആയിട്ട് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും വസ്തുവിന്റെ മുകളിൽ എന്ന് പറയാൻ എന്ത് യൂസ് ചെയ്യാം? ഓൺ യൂസ് ചെയ്യാം. ഇന്ന് പറഞ്ഞാൽ സ്ഥലങ്ങൾ. ഇന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് എന്താ ഇവിടെ? ഇൽ. അതായത് ഇപ്പോ ഇൻ എറണാകുളത്തിൽ അല്ലെ, ഇൻ തിരുവനന്തപുരത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻ സ്കൂളിൽ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരും. അറ്റ്, പ്ലേസിന്റെ കൂടെ അറ്റാണ്ടാവുക. വലിയ സ്ഥലങ്ങളാവുമ്പോൾ ഇന്ന് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, സ്കൂളിൽ അല്ലെ, ഇൻ ലഞ്ച്, പിന്നെ എന്താ പറയാ, ഇൻ ദ ഹൗസ്, വീട്ടിൽ എന്നൊക്കെ പറയാം. ഇൽ. ദെൻ അറ്റ് പറയുമ്പോൾ നമ്മൾ സ്ഥലത്തിനെ കുറിച്ച് പറയാം. ഈ അറ്റ് ട്രിവാൻഡ്രം, അങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ എന്താ പറയാ, അറ്റ് മലപ്പുറം, അറ്റ് കാലിക്കറ്റ്, അങ്ങനെ പ്ലേസിനെ നോട്ട് ചെയ്യാം. ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേക്ക് എന്ന് പറയാം. ടു സ്കൂൾ, സ്കൂളിലേക്ക്, ടു സ്കൂൾ, ഒരു മിനിറ്റ് ഇടാം. ടു സ്കൂൾ അല്ലെ, ടു സ്കൂൾ, സ്കൂളിലേക്ക്, അങ്ങനെ ലേക്ക് എന്നുള്ള മീനിങ് വരാം. പിന്നെ വിത്ത് പറഞ്ഞാൽ ഐ ആം ഗോയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. വിത്തിന്റെ മീനിങ് കൂടെ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നു. വിത്ത് മൈ ഫ്രണ്ട്സ് അല്ലെ, വിത്ത് മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നു. വിത്ത് പറയട്ടോ, കൂടെ. ദെൻ പിന്നെ എന്താ, ഫോർ പറഞ്ഞാൽ വേണ്ടി കേട്ടോ. ഫോർ പറഞ്ഞാല് വേണ്ടി. അപ്പൊ ഐ ആം ഗോയിങ് ടു സ്കൂൾ ഫോർ സ്റ്റഡി. ഞാൻ സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഫോർ സ്റ്റഡി, പഠിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വേണ്ടി എന്നുള്ള മീനിങ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകൾക്ക് നമ്മൾ എന്ത് പറയാം? പ്രിപ്പോസിഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ പിടിച്ചോ. നേരത്തെ സാറ് പിന്നെ ഒരു മോഡൽ പറഞ്ഞല്ലോ, അതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കും. ദ ആപ്പിൾ ഈസ് ദ ടേബിൾ എന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻസ് തരും. ദെൻ സി, ദെൻ ഡി. അറ്റ്, ഇന്ന്, ഓണ്, വിത്ത്. അതെങ്ങനെ ക്വസ്റ്റ്യൻ തരാം നമുക്ക്. സോ ദ ആപ്പിൾ ഈസ് ദ ടേബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോട്ടിലോട്ട് എന്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ടേബിൾ എന്നുള്ളത് എന്താണ്? ഒരു പ്ലേസ് ആണ്. സോ ആ ഒരു പ്ലേസിൽ എന്തുണ്ട്? ആപ്പിൾ ഉണ്ട്. അപ്പോൾ ടേബിളിന്റെ മുകളിൽ ആപ്പിൾ ഉണ്ട്. ഇന്ന് പറഞ്ഞാൽ ടേബിളിൽ എന്നാ പറയാം അല്ലെ, ഇൻ ദ ടേബിൾ എന്ന് പറയാം. ആപ്പിൾ ഈസ് ഇൻ ദ ടേബിൾ എന്ന് പറയൂല. ഓക്കെ.
ദെൻ പിന്നെന്താ വിത്ത് പറഞ്ഞാൽ കൂടെ, അറ്റ് പറഞ്ഞാൽ വലിയ സ്ഥലങ്ങൾ, അതായത് നമ്മൾ എന്താ പറഞ്ഞത് അറ്റ് കാലിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാല്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇവിടുത്തെ ആൻസർ എന്താണ്, എന്താ ആപ്പിൾ ഈസ് ഓൺ ദ ടേബിൾ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അപ്പൊ കൃത്യമായിട്ട് ഓരോന്നിന്റെ മീനിങ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് പ്രിപ്പോസിഷൻ, ഇവിടെയൊക്കെ സാർ യൂസ് ചെയ്ത കാര്യങ്ങൾ നോക്കുക. പ്ലേസ്, ടൈം, ഡയറക്ഷൻ, പൊസിഷൻ, അതായത് സ്ഥലങ്ങള്, സമയങ്ങൾ, ഇതിനൊക്കെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ വാക്കുകൾക്ക് നമ്മൾ എന്താ പറയാ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ വാക്കുകളായിരിക്കും പ്രിപ്പോസിഷനിൽ ഉണ്ടാവുക. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ച് സെറ്റ് ആക്കി നമ്മളെ എക്സാം ചെയ്തോട്ടോ. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.